എന്നാ ഒരു കിലോ കുറച്ച് തരി. ഇതാട്ടോ 1 കിലോൻ്റെ പൈസ. 1 കിലോയുടെ പൈസ 360. ആ 100 ഗ്രാമിൻ്റെ പൈസ എപ്പോൾ തരും? ഞാനെന്തായിരുന്നു ഓൺ കയറണ്ട്. കുഴപ്പമില്ല, ഞാൻ വൈകുന്നേരം തരാം കേട്ടോ. എന്നോട് ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1 കൊടുത്തപ്പോൾ ഇത് 100 കൊടുത്ത്. അത് ശരി. അന്നൊക്കെ എപ്പോഴും പറഞ്ഞു കൊടുത്ത സമയം കഴിച്ചു. ഒരു 100 ഗ്രാം കൂടി തന്നെ ഇപ്പം നിങ്ങൾ എന്നെ പറഞ്ഞു കൊടുത്ത്. ഈ പോയിട്ട് നാട്ടോണ്ടെങ്കിൽ വരണ്ട, പോയിക്കോ. പൊളിച്ചക്ക് 4 മണിക്ക് എണീച്ച് ഈ 4 കിലോമീറ്റർ നടത്തിച്ച് ഈ പോത്തിനെ കൊണ്ടുവന്ന് അതിന് വെള്ളം കൊടുത്ത് അതിനെ കുളിപ്പിച്ച് അതിനെ കൊന്ന് കെട്ടിത്തൂക്കി അതിനെ ഇറച്ചിയാക്കി മുറിച്ച് വിട്ടിട്ട് നിങ്ങൾ 100 ഗ്രാം കൂടി എന്നെ പുറത്താക്കുന്നോ? ഇറങ്ങി പോയിക്കണം അവിടുന്ന്. അന്നെ വേണ്ട എനിക്ക്, പോയിക്കോ. എന്താണ് കത്തിയെടുക്കുന്നത്? ഇതിന്റെ കത്തിയാണ്. ഞാൻ എന്നെ വീട്ടിലേക്ക് വിടുമ്പോൾ ഞാൻ ഇത് കൊണ്ടുപോകും. ഞാൻ ഇതും കൊണ്ടുപോകും. പൊയ്ക്കോടുന്നു, ഓടിക്കോടുന്നു, പൊയ്ക്കോടുന്നു. നീ കടയിലെ വേസ്റ്റ് ഉള്ള പുഴയെ തട്ടാൻ നിൽക്കുക. പുഴയിൽ വേസ്റ്റ് തട്ടാൻ പാടില്ല എന്ന് എനിക്കറിയാം. പിന്നെന്താ നിനക്കൊരു വല്ലാത്തൊരു വിഷമം? ഇവിടെ തൂക്കത്തിലൊരു 100 ഗ്രാം ഇറച്ചി കൂടിപ്പോയതിന് ആ മോരാളി പരസ്യമായിട്ട് ജോലി എന്ന് പറഞ്ഞു. ഒളിമ്പിക്സിലെ നമ്മുടെ വിനേഷ് ഫോഗട്ടിനെ 100 ഗ്രാം കൂടിയതിന് മെഡൽ പോലും നഷ്ടപ്പെട്ടിരിക്കുമ്പോൾ അവൻ്റെ ഒരു പരട്ടക്കട നമ്മളെ മോളെ പുറത്താക്കിയത് ഇതുപോലെ ഏതെങ്കിലും പരത്തായിരിക്കും. സാരമില്ല, നീ ബഫുവാ പുറത്താക്കിയത് നമ്മൾ ഇന്ത്യക്കാർ മുഴുവനും വിനേഷിനോടുണ്ട്. അതെ, നമുക്ക് ഒരുമിച്ച് നിൽക്കാം. അത് തന്നെ.